ना तो कारवा की तलाश है ना तो कारवा की तलाश है ना तो हम सफर ही तलाश है ബാക്കി ഇങ്ങല്ല അവിടെ പോയി ടുഡേ ഈസ് ഡിസംബർ 24th 2025. ഇനി 6 ദിവസം കൂടി കഴിഞ്ഞാൽ എന്താ 6 അല്ലേ ഞാൻ കറക്റ്റാ കണക്ക് പറയുന്നത് 6 ദിവസം നാളെ അല്ലേ ക്രിസ്മസ് മോളെ അല്ല ആകാശേട്ടാ ഓ ന്യൂ ഇയർ അയ്യോ മറന്നുപോയി ന്യൂ ഇയർ ആവാൻ ഇനി എത്ര ദിവസമാണ് ഇന്ന് 6 ദിവസം ഇന്ന് 24 6 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയൊരു വർഷമാണ്. എന്തെങ്കിലും ബോധമുണ്ടോ നിങ്ങൾക്കൊക്കെ? ശരിക്കും നന്നായോ നിങ്ങളെല്ലാം? ഇല്ലല്ലോ. അപ്പൊ ഇന്ന് ക്രിസ്മസ് ഈവ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. അപ്പോൾ അതും പിന്നെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ആക്ച്വലി ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാനഡയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ക്രിസ്മസ് ഇത്ര ഇഷ്ടപ്പെട്ടത്. എനിക്ക് ത്വരയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ എന്താ പറയുക ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റ് ചെയ്യുക. ഈ വർഷം നമ്മൾ ആക്ച്വലി നമ്മളുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ വെച്ചില്ല. ബിക്കോസ് ജങ്ക് ഒന്നല്ല, ഞങ്ങളൊരു കൗച്ച് വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയായിരുന്നു എന്തുണ്ടായേ ക്രിസ്മസ് ട്രീ ഉണ്ടായത്, ഇവിടെ ഈ മൂലക്ക്. അപ്പം ഇപ്രാവശ്യം വലിയ ആ കൗച്ച് വാങ്ങിച്ചുകൊണ്ട് ക്രിസ്മസ് ട്രീ വെക്കേണ്ട ആ ഒരു സ്ഥലം പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു അടുത്ത കൊല്ലം നമ്മൾ വീടെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ വെക്കാന്നല്ലേ. വേറെ എന്തെങ്കിലും വേണം, അച്ഛൻ റോട്ടി എന്തായിരുന്നു, കാറ് വാങ്ങണം, ഫ്ലൈറ്റ് വാങ്ങണം, അച്ഛൻ റോട്ടി കയറി തെണ്ടണം. അപ്പോൾ അടുത്ത കൊല്ലം ക്രിസ്മസ് ട്രീ വെക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ആൻഡ് ടുഡേ ഞാനത് ആക്ച്വലി ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്, എല്ലാവരും ഗിഫ്റ്റ് എല്ലാം റാപ്പ് ചെയ്യലല്ലേ. പക്ഷേ ഇന്നലെ ഭയങ്കര ബിസി ആയിപ്പോയി. ഞാൻ ഇപ്പോൾ ഭയങ്കര ബിസി മമ്മയാണല്ലോ, അതുകൊണ്ട് ഞാൻ ബിസി ആയിപ്പോയി. സോ ഇന്ന് ഈവനിങ് സാധനങ്ങളെല്ലാം റാപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് 2 റാപ്പിംഗ് പേപ്പറേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഇതന്നെ വേണമായിരിക്കും അല്ലേ? ഇനി കഴിഞ്ഞ കാലത്തെ പേപ്പറാ, പക്ഷേ ഇതിന് ഇന്ന് ഭയങ്കര ചിലവായിരിക്കും. കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ഗിഫ്റ്റ് റാപ്പ് ചെയ്യണ്ടേ. അപ്പോൾ എല്ലാം കാണാൻ ഒരേപോലെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമൊന്നും. അപ്പോൾ നമുക്ക് ആദ്യം ഹോമോജനിറ്റി അതാണ്. അപ്പോൾ നമുക്കിന്ന് ഗിഫ്റ്റ് ആദ്യം റാപ്പ് ചെയ്യാം. അതിനുശേഷം അകശൻ്റെ അമ്മ ഐറിഷ് ക്രീമിൻ്റെ ഒരു അടിപൊളി സീക്രട്ട് അമ്മേൻ്റെ ഒരു റെസിപ്പി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഉണ്ട്. പക്ഷെ അതെനിക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. അതും കുടിക്കാൻ പറ്റില്ല. അത് കള്ളിലാണ്ട് ഉണ്ടാക്കാം. എന്താ കാപ്പി കുടിച്ചെന്താ കുറച്ച് കെഫീൻ ഒന്നൊരു പ്രശ്നമല്ല. ശരി, എനിക്ക് ആക്ച്വലി കെഫീൻ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹാർട്ട് എനിക്ക് ശരിക്കും കെഫീൻ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാവ എണീച്ച് അച്ഛൻ ഉറങ്ങിപ്പോയി, വാവ എണീച്ച്. നമ്മളപ്പം ഇന്ന് അമ്മേന്റെ സ്പെഷ്യൽ ഐറിഷ് ക്രീം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അമ്മേനോട് ക്യാമറ റോളിംഗ് ആക്ഷൻ തന്നെ അമ്മ പറ എന്താ ഉണ്ടാക്കാൻ പോന്നെ? ഐറിഷ് ക്രീം ആണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അതിന് വേണ്ടത്? അതിന് വേണ്ടത് കണ്ടൻസ് മിൽക്ക് വേണം, ക്രീം വേണം, കോഫി പൗഡർ വേണം, ഇൻസ്റ്റന്റ് കോഫിയാ? അതെ, പിന്നെ കുറച്ച് വിസ്കി വേണം. വിസ്കി നമ്മൾ ചെറിയ കളിയൊന്നുമില്ല, നമ്മൾ വലിയ വലിയ കളികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പിന്നെന്താ പാലല്ല, കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ, പിന്നെ പാലിന്റെ അതിനെ കൊണ്ട് മൊത്തം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറിഷ് ക്രീം ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എല്ലാവർക്കും ഇത് ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയർ ഇത് അടിച്ച അത്ര പെരങ്ങൊന്നുമില്ലല്ലോ. അത് അങ്ങനെ എന്താ വെച്ചാൽ അത് അടിച്ച് പെരങ്ങൂലേ? അതിൻ്റെ അകത്ത് പാലുണ്ട് അധികം. അപ്പൊ നമ്മൾ ഛർദിക്കൂലേ പാലും കള്ളും മിക്സ് ആയി കഴിഞ്ഞാല്? അത്രയല്ലേ ഉള്ളൂ. ഓ അതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഐറിഷ് ക്രീം ലേഡീസ് ഡ്രിങ്ക് ഐറിഷ് ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സാ കുടിക്കുന്നത് പറഞ്ഞില്ലേ? അല്ല ഷോഡ കുടിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഐറിഷ് ക്രീം അതും അമ്മേന്റെ വേല എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഒരു 2 വാക്ക് കത്തി വെച്ച് കുത്തി പൊട്ടിക്കാം. പിന്നെന്താ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷം? ഓ എന്റെ ഒന്നും പറയണ്ട മോനെ. തുടക്കത്തിൽ അടിപൊളിയായിരുന്നു, പിന്നെ മോള് ഗർഭിണിയായി,
പിന്നെ എനിക്ക് ഫുള്ള് പണിയായി. പറയേണ്ട ആവശ്യം. വെറുതെ രസത്തിന്. പിന്നെ ഭയങ്കര ഫാസ്റ്റ് കൊല്ലം പോയെന്നേ സത്യം. എന്നിട്ട് പിന്നെ ഇതപ്പോ കൊല്ലം അവസാനായി. ആക്ച്വലി എന്റെ വർഷം പെട്ടെന്ന് പോയി ബിക്കോസ് ഞാൻ ഗർഭിണി ആയതുകൊണ്ട് 9 മാസം പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞു എല്ലാ ദിവസവും എല്ലാ മിനിറ്റും ഞാൻ അറിഞ്ഞു. ശല്യല്ലേ ശല്യല്ലേ. എന്റെ 9 മാസം ഇങ്ങനെ ടിം 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 എന്നാണ് പോയത്. ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. ഓള ചളി നീ അടിക്കുമ്പോ എനിക്ക് അടിച്ചൂടെ? ഇതല്ല കൂത്ത്. അമ്മ പലതും തരണേ. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ആകാശേട്ട ഇതേപോലെ അമ്മ എന്ന് വിളിച്ച് അപ്പുറത്തെ വീട്ടിൽ ഓറ് മോനെ ഓന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇപ്പം ഡീസൻ്റ് നാട്ടിൽ ഞാൻ എന്തായാലും പുറത്ത് എന്തായിരുന്നു പണി ഭയങ്കര ബാക്ക്യാർഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറേ പട്ടിനെയും പൂച്ചേനൊക്കെ വളർത്തും. ഒരു ഫാമൊക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാവും. അന്നേരം ഇതായിരുന്നു ഞാൻ പുറത്തുനിന്ന് പണിയെടുക്കുമ്പോൾ അമ്മേനെ പെട്ടെന്ന് കാണിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നീട്ടി വിളിക്കാം അമ്മാന്ന് പറ്റി വിളിക്കും. ഇങ്ങനെ ഭൂമി ഇങ്ങനെ കുലുങ്ങും വേണ്ടേ കുട്ടി എണീച്ചോ. അതായിരുന്നു ഇതിൽ മെഷർ ചെയ്യാം. ഇതായിരുന്നു നമ്മളെ വെയിങ് സ്കെയില് ഫുള്ള് മാത്തമാറ്റിക്സ് ഒക്കെ. നമ്മളെ അടുക്കളെല്ലാം വളരെ ചെറിയ അടുക്കളയാണ് ഗൈസ്. അത്ര വലിയ സെറ്റപ്പ് അടുക്കള ഒന്നുമല്ല. പക്ഷെ എന്നാലും അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ വെയിങ് സ്കെയിലിൽ മെഷർ ചെയ്യുന്ന ആകാശ് പ്രദീപ് എത്ര വിസ്കിയാ വേണ്ടത്? ഗ്രാംസ് kg ആയിരിക്കും. 128 grams. ഓക്കെ, അപ്പോൾ ഗ്രാംസിലിട്. അപ്പോൾ 120 grams നമ്മൾ സെറ്റ് ആക്കണം. അതിങ്ങനെ വെറുതെ ഒഴിച്ചാൽ മതി. വെറുതെ രണ്ട് പിന്നെ വേറെ എങ്ങനെ ഒഴിക്കാൻ പറ്റും? Come on. 2 teaspoon coffee. 2 teaspoon coffee. Okay. തൈർ എന്ന് പറയുന്ന പോലെ പറഞ്ഞ അമ്മ. എങ്ങനെ? അതെന്താ അമ്മ? അത് ആരുടെ കുക്കിംഗ് ചാനൽ? വില്ലേജ് കുക്കിംഗ്. അങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ട്, വില്ലേജ് കുക്കിംഗ് ചാനൽ. അവര് ഓരോ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഇങ്ങനെ ഇടാ. തൈർ, വെങ്കായം. അമ്മ അതേപോലെ പറ അമ്മ. മിൽക്ക് മെയ്ഡ്. അത് ഇട്ടില്ലേ? അത് ക്രീമാണ്. ക്രീം. ഇത്ര എളുപ്പം ഇതുണ്ടാക്കാന്. ഇപ്പൊ തന്നെ എനിക്ക് ഇവിടുന്ന് മണമുണ്ട്. പക്ഷെ അങ്ങ് കുടിക്കാവരുത് കേട്ടോ. 1/4 പാക്കറ്റ്. 1/4 പാക്കറ്റ്. ഇതും ക്വാർട്ടർ. തുറക്കണ കുറച്ച് ടാസ്ക്. ക്രീം എന്ന് പറ. ക്രീം നോക്കി പറ. ക്രീം പോരാ, പഠിച്ചു വരുന്നല്ലുള്ളൂ, തന്നെ പഠിച്ചോളാം. ബ്രെഡും കണ്ടൻസ്ഡ് മിൽക്കും. വിശക്കുന്നുണ്ടല്ലേ? അയ്യോടാ. വാനില എസൻസ് ഏകദേശം ഊഹത്തിൽ വെച്ചാൽ പോരമ്മ. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ്. ഇങ്ങോട്ട് നോക്കിട്ട് പറ. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് തുറന്നു തരുമോ? ഇല്ലെങ്കിലോ? ആ ബ്രെഡിന്റെ കൂട്ടി മൽബ്രോ ബാക്കിയോട് പോയി. അമൽ ആകാശം ഇതിനകത്ത് ആകാശം ഭയങ്കര വീതിയുള്ളവരുണ്ട്. അതിന് കുറച്ച് വീതി ഉണ്ട്. അടിയെന്നല്ല വിളിച്ചത്. അല്ല, വീതിയുള്ളവൻ എന്നാ പറഞ്ഞത്. അമ്മ ഇതിനകത്ത് എന്തെല്ലാം ആഡ് ചെയ്തതെന്ന് ഞാൻ പറയാം. വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് നമുക്ക് നാട്ടിൽ തൈര് കടയുന്ന പോലെ വിസ്കി ഒഴിച്ചിട്ടുണ്ട്. വിസ്കി, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എക്സ്ട്രാക്ട്, കോഫി പൗഡർ, ക്രീം. ഞാൻ പറഞ്ഞോ, ഹെവി ക്രീം. ഇതൊക്കെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറിഷ് ക്രീമിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് എന്നിട്ട് ഇങ്ങനെ വെണ്ണ കടയുന്നത് പോലെ കടയാം, അല്ലെങ്കിൽ ഒരു മിക്സർ ഉണ്ടെങ്കിൽ അതിനകത്ത് അടിച്ചെടുക്കാം. അപ്പോഴേക്കും സാധനം റെഡി. എന്നിട്ടൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ വെക്കും. ഇനിയുടെ ബോട്ടിൽ. ഏത് ബോട്ടിലോ? ഇവിടെ കുറെ കള്ളിന്റെ കുപ്പി ഉണ്ടല്ലോ. ആ കള്ളിന്റെ ഒരു കുപ്പിയിലാക്കിയിട്ട് വെക്കാം. അമ്മ ഒരു പാട്ട് തുടങ്ങും. എന്ത് പാട്ടാണ്? കള്ള് കുടിക്കുമ്പോ ആൾക്കാർ പാടുന്ന പാട്ട്. ഈ പാട്ട് ഞാൻ അതിന് പറയാൻ വന്നേ. നല്ലോണം ഇത് ബീറ്റ് ചെയ്യണോ? കള്ളിക്കുയിലേ തഞ്ചത്തിലെ മീനും പിടിക്കണം, വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃദൈ.
ഇത്രേ ഉള്ളൂ? നിക്ക് വെയിറ്റ് മാടു ഇനി എന്തിനായിട്ട് വെറുതെ നമ്മുടെ വക കണ്ടു കേൾക്കാം. അതില്ലെങ്കിൽ എന്താ ഒരു രസം. അതാണ് ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇളക്കുന്ന കാര്യം കൂടി ഞാൻ ചെയ്യണ്ടേ. അമ്മ ക്യാമറ വരുമ്പോ ഭയങ്കര കുഞ്ചു സംസാരിക്കാറ്. അമ്മയെ വല്ലാതെ ഇട്ട് ഊക്കും. ഇങ്ങനെ തീർത്ഥം കുടിക്കുന്ന പോലെ കുടിക്കാൻ. കുറച്ച് ഇങ്ങോട്ട് വരിക, എന്നിട്ട് തലയിലും ആക്കാം. അമ്മല ഇങ്ങോട്ട് വരിക, തലയിലാക്കാം ആകാശട്ടാ. കുടിക്കുക. ഞാൻ കുറച്ചേ ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ തൊട്ടിട്ട്. കിടില സാധനം അമ്മേ. താങ്ക് യു. ഇത് എനിക്ക് തോന്നുന്നു വാനില ഐസ്ക്രീമിന്റെ മേലല്ല ഇങ്ങനെ കുറച്ച് ഡ്രിസിൽ ചെയ്തിട്ട് കഴിച്ചാൽ കിടിലായിരിക്കും. സൂപ്പർ സാധനം. എല്ലാവരും ട്രൈ ചെയ്യണം. അമ്മ ട്രൈ ചെയ്യണം പറ. അതെ, എല്ലാരും ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യണം. ക്രിസ്മസിന് അല്ലെങ്കിൽ ബേബീനെ എടുത്തിട്ടാ വരുന്നേ. ബേബീനെ എടുത്തിട്ടാ വരുന്നത്. ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. റെഡ് ലേബിള് മൊത്തം എടുത്ത് കമത്തി. മധുരം കുറവാണോ അച്ഛാ? മധുരമൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇനി വേണ്ട മധുരം. നല്ല ടേസ്റ്റ് അല്ലേ? കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മൾ മെഷർമെന്റ്, ഞാൻ വേണമെങ്കിൽ മെഷർമെന്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതാകുമ്പോൾ ആൾക്കാർക്ക് ഈസി ആയിരിക്കും സാധനം മനസ്സിലാക്കാൻ. യെസ്. സോ ഐറിഷ് ക്രീം ഇസ് ഡൺ. ഇനി ഇത് നമ്മളൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. ഇത് ചിൽഡ് ആയിട്ട് കഴിക്കാനാണ് ഏറ്റവും. വ്ളോഗിലേക്ക് കടന്നു വരുന്ന വിശിച്ചേച്ചി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഓയ് പറഞ്ഞിട്ട് പോ. ഒരു മിനിറ്റ്. ഇല്ല, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കുടിക്ക്. അടിപൊളി. നല്ല കുറച്ചധികം പോവില്ലേ? ഇല്ലടാ, വലിയ ഫൺ എന്താ? മണ്ണെണ്ണ നമ്മൾ ഒഴിക്കുന്നത്. ഇത്രയുണ്ടോ? വലിയ ഒരു ബോട്ടിലേക്ക് നമ്മളുടെ ഐറിഷ് ക്രീം ഒഴിക്കുന്നതാണ്. നമ്മ കുടിക്കാൻ പോകുന്ന ഇപ്പോഴേ. ഒരു മിനിറ്റ്. ഒരു സെറ്റ് കൂടി ഉണ്ടാക്കിയാല് കുറച്ചാവും. എല്ലാരെയും കൊണ്ട് കള്ളു കുടിപ്പിക്കോ? കണ്ടോ? എല്ലാരെയും കൊണ്ട് കള്ളു. ഐറിഷ് കോഫി. അതെ. ഒന്ന് ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു റൗണ്ട് കൂടി. മണം നിനക്കറിയോ? എന്താ? തിന്നണം എന്ന് തോന്നും, പക്ഷെ തിന്നരുത്. ഇതൊന്ന് കുലുക്കുന്ന ഒരു ഓരോരുത്തരുടെ ഭൂമി കുലുങ്ങുന്ന ഇത് കാണുമ്പം എനിക്ക് വല്ലാണ്ട് എൻ്റെ ഒരു ഡ്രീം ഓർമ്മ വരുന്നു. എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ്, ഇപ്പോഴും എൻ്റെ ഒരു വലിയ ഡ്രീമാണ് എനിക്ക് ഈ കോക്ടെയിൽ ഇങ്ങനെ എറിയുന്ന ആ ഒരു സംഭവം. എന്താ പറയാ? കോക്ടെയിൽ ഉണ്ടാക്കുന്ന ബാർടെൻഡർ അല്ല അത്, മിക്സർ. കോക്ടെയിൽ മിക്സർ ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കോക്ടെയിൽ മിക്സർ ഞാനാവും. അതിന് സർട്ടിഫിക്കേഷൻ എല്ലാം ഉണ്ട് ഇവിടെ, അതിന് അറിയാം. ഇനി നമുക്ക് അടുത്തത് ഗിഫ്റ്റുകൾ റാപ്പ് ചെയ്യാം. ഓക്കെ, ഐറിഷ് ക്രീം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഐറിഷ് ക്രീം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ആൻഡ് ഐ തോട്ട് ഐ ഷോ യു ഗൈസ് മേ ബി
ഈ ക്രിസ്മസിന് എനിക്ക് ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എൻ ഇൻസ്പോ ഓഫ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഐഡിയ ആയിട്ട് എടുക്കാവുന്നതാണ് എന്തൊക്കെയാണ് ഗിഫ്റ്റ് ചെയ്യാൻ. അതായത് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിൽ എന്തൊക്കെയാണ് ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടം എന്താ പറയുക, ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ ഇങ്ങനെ സെൽഫ് കെയർ സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എല്ലാ സാധനങ്ങളും ഓക്കെ. ഞാൻ എന്തൊക്കെയാണ് ഓരോ ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് എല്ലാവരും ചിരിക്കുന്നത്. ഞാനൊരു വ്ളോഗ് എടുക്കുമ്പോൾ എല്ലാവരും കലമുണ്ടാക്കി ചിരിക്കണം. എന്താ ഞാൻ ചെയ്യട്ടെ? ഓക്കെ, ഫസ്റ്റ് ഓക്കെ. എനിക്ക് ഈ സീറംസ് പോലത്തെ സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എസ്റ്റേ ലോഡറിൻ്റെ സീറമാണ്. ഐ വർക്ക് ഫോർ എസ്റ്റേ ലോഡർ കമ്പനീസ്. അപ്പോൾ എസ്റ്റേ ലോഡറിൻ്റെ ഒരു സീറം, പിന്നെ ഓർഡിനറിൻ്റെ സീറം, ഓൾസോ ഇങ്ങനത്തെ ഫേസ് മാസ്ക് എല്ലാം ഭയങ്കര നല്ല ഐഡിയ ആണ് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയത്. ഇത് വിറ്റമിൻ സിൻ്റെ ഒരു സീറമാണ്, വെരി ഗുഡ് സീറം. ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ മാത്രമേ ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറുള്ളൂ. ഇങ്ങനെ ഡൂക്കിലി സാധനങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ ഡോക്ടർ ജാൻ ലിപ് മാസ്ക്, അത് നല്ലൊരു ഓപ്ഷനാണ് ആൾക്കാർക്ക് കൊടുക്കാനുള്ളത്. ബിക്കോസ് ഇപ്പോൾ കാനഡയിൽ ഭയങ്കര വിൻ്ററാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറുകുറു എന്ന് പറയുന്നത് വിൻ്റർ. ഞാനെപ്പോഴും ഇപ്പം ഇതിപ്പോൾ ക്രിസ്മസ് ഇവിടെ വിൻ്ററിലല്ലേ, അപ്പോൾ ഈ വിൻ്ററിൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഷീറ്റ് മാസ്ക്, അതേപോലെ തന്നെ ലിപ് മാസ്ക്. പിന്നെ റെസ്റ്റ് വേണമെങ്കിൽ ഒരു കടി അടിച്ചോ. ആ കുപ്പായത്തിലൊന്നും ആക്കാറ ലിപ്സ്റ്റിക്ക് പോവും. അപ്പൊ ഞാൻ നോട്ടെ. പിന്നെ അതേപോലെ തന്നെ ഓർഡിനറിൻ്റെ പ്രോഡക്ട്സ് ഇറ്റ്സ് വെരി അഫോർഡബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡിനറി ഈസ് എ റിയലി ഗുഡ് ബ്രാൻഡ്. യു ക്യാൻ ജസ്റ്റ് ലൈക്ക് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. കുറേ ഓർഡിനറിൻ്റെ പല പല വെറൈറ്റി ഉള്ള സാധനങ്ങളുണ്ട്, പല സ്കിൻ സ്കിൻ ടൈപ്സിന് പറ്റിയ സാധനങ്ങൾ. സോ ഓർഡിനറി അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബ്രാൻഡൊന്നുമല്ല, വെരി അഫോർഡബിൾ ബ്രാൻഡ്. സോ യു ക്യാൻ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇതെന്താ ഞാൻ കടിക്കട്ടെ എന്നാല്? എൻ്റെ ഒറ്റ കടിക്കില്ല അല്ലേ അമലെ? നമ്മളൊരു ഒറ്റ കടിക്കില്ല. പിന്നെ നല്ല ടേസ്റ്റ് ആവശ്യം. ലിപ് മാസ്ക്, മറ്റേ എന്താ പറയുക, മേക്കപ്സ് എനിക്ക് ആൾക്കാർക്ക് ആക്ച്വലി കൊടുക്കാൻ ഞാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് അവരുടെ ഷെയ്ഡ് അനുസരിച്ചിട്ടെല്ലാം കൊടുക്കണ്ടേ. സോ ഇൻസ്റ്റെഡ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, അതുകൊണ്ടാണ് സ്കിൻ കെയർ ചൂസ് ചെയ്യുന്നത്. ഒന്നും മിണ്ടാണ്ട് കൊല്ല മൈക്കിൽ വരും. പിന്നെ ഞാൻ തീർക്കും. പിന്നെ ഇതേപോലത്തെ ഈ ക്രിസ്മസ് സീസൺ ആകുമ്പം ഇവിടെ ഇങ്ങനെ കുറേ ഗിഫ്റ്റ് സെറ്റുകൾ കിട്ടും. ഗിഫ്റ്റ് സെറ്റുകൾ, അതേപോലെ ഇങ്ങനത്തെ മിനി പെർഫ്യൂംസ് എല്ലാം കിട്ടും. അപ്പം മിനി പെർഫ്യൂംസ് ഒക്കെ റിയലി ഗുഡ് ഓപ്ഷനാണ് ഗിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതെല്ലാം ഇനി ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം, അതാണ് ഇനി അടുത്ത പരിപാടി. ഓക്കെ, എല്ലാവരും ചലിച്ചോ. അപ്പോൾ എനിക്ക് തിന്നായത് വേണ്ടല്ലോ. അച്ഛനും കൊടുത്തു, നമുക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടിട്ട് വരിക. എന്തത് അതിനുള്ളിലെ എനിക്കുള്ള ഗിഫ്റ്റ് ആണിത്. നോക്കൂ, വിഷ് ചേച്ചി എനിക്കായി കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് ആണിത്, ക്രിസ്മസ് ഗിഫ്റ്റ്. അല്ലാന്ന് കുഴപ്പമില്ല, നോക്കട്ടെ. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വൗ. PJs ഇന്ന് ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. യെസ്, നമ്മളിപ്പം ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നതാണ്. നമ്മളല്ല, അച്ഛനാണ് റാപ്പ് ചെയ്യുന്നത്. അച്ഛനെ ഞാൻ മൈക്ക് വെച്ചുതരാം. ഓക്കെ, എനിക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ അറിയില്ല, അത് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഇനി വന്നാ ഞങ്ങളൊക്കെ സ്കൂളിൽ ഞങ്ങൾ എല്ലാ കൊല്ലവും സ്കൂളിൽ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പുസ്തകം എന്റെ അപ്പൂപ്പനെ എനിക്ക് പൊതിയിട്ടാണ് വന്നിട്ടാൻ. ഇവിടെ വാ, എന്റെ വ്ളോഗിൽ ഹായ് പറ, അങ്ങോട്ട് വാ. ഓ, ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അയ്യോ, തൊപ്പി ഇട്ടാളെ. പിന്നെ നമുക്ക് ഗിഫ്റ്റ് റാപ്പും ഉണ്ട്, അല്ല ഗിഫ്റ്റ് ടാഗും ഉണ്ട്. അതാവുമ്പം ആർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. പിന്നെ കൺഫ്യൂഷനും അടിയൊന്നും ഉണ്ടാവില്ല, എല്ലാം ഒഴിവാക്കാം.
ഒരെണ്ണം റാപ്പ് ചെയ്തു. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. എനിക്ക് സീക്രട്ട് സാൻ്റെ ഇവിടെ എല്ലാവരും ഫ്രണ്ട്സ് കളിച്ചപ്പം എനിക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡ് ആകാശ് പ്രദീപിനെയാണ്. ആൻഡ് ഐ ഗോട്ട് ഹിം പ്ലാന്റ്സിൻ്റെ മേലെ വെക്കുന്ന ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, UV, ആ ലൈറ്റ്, ഗ്രോ ലൈറ്റാണിത്. അതാണ് ഞാൻ മൂപ്പർക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അച്ഛാ വേറെ പൊതിയിടാം. ഇനി ഇത് ദിസ് ഈസ് ഫോർ മൈ മാനേജർ അനുശ്രീ. ടു അനുശ്രീ, മൈ മാനേജർ, ഫ്രം അപർണ. ഒരു ഹാർട്ട്, ക്യൂട്ടല്ലേ? ഇതാണ് നമ്മൾ ഇതേപോലെ നമ്മൾ ബാക്കിയെല്ലാം എഴുതും. ദിസ് കുറേ ഉണ്ട്. ഇതാ ഞാൻ എപ്പോഴും അവസാന നിമിഷം പാക്ക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ എല്ലാ ഗിഫ്റ്റുകളും പാക്ക് ചെയ്തതിന് ശേഷം അത് വിശുചേച്ചിന്റെ വീട്ടിലുള്ള ക്രിസ്മസ് ട്രീന്റെ അടിയിൽ നമ്മൾ സാന്റക്ലോസ് ബ്ലെസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവെക്കും. യു വെയറിംഗ് PJs. Merry Christmas. Say hi. This is my maternal dress. There is zip. Say hi. Hi. Say Merry Christmas. Merry Christmas. Everybody is coming. What's the time? Yes, we did. Good morning. And we'll put Nora in it. Yes. പല പല ഗിഫ്റ്റ് റാപ്പുകൾ ഞാൻ പല സ്ഥലങ്ങളിലായി പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. 2 എണ്ണം എൻ്റെതും 2 എണ്ണം വിശേഷിൻ്റെയാണ്. എന്നാലേ ഒരു വെറൈറ്റി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾസോ അതിൻ്റെ കൂടെ, അതായത് ഈ സ്കിൻ കെയർ സാധനങ്ങൾ, അതിൻ്റെ കൂടെ ഐ ഓൾസോ ഹാവ് ലൈക്ക് എ ലോട്ട് ഓഫ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഇസ് ഗ്രേറ്റ് ഫോർ ഗിഫ്റ്റിംഗ്. ഇതൊരു ഷവർ ജെല്ലാണ്. ഷവർ ജെൽ, മോയ്സ്ചറൈസർ, പിന്നെ ഈ ബാഗ് നിറയെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ സാധനങ്ങളാണ്. ലൈക്ക് മോയ്സ്ചറൈസർ, ഷവർ ജെൽ, പിന്നെ ബോഡി മിസ്റ്റ്, ഇതൊക്കെ തന്നെ. ഇതും ഗിഫ്റ്റ് ചെയ്യാൻ നല്ലൊരു ഐഡിയ ആണ്. ഏത് ഇവൻറ്റിനാണെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അച്ഛൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ എല്ലാ കവറും എടുത്തിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ അടിയിൽ പോവും. എന്തിനാന്ന് വെച്ചാൽ അതങ്ങനെയല്ല, എൻ്റെ ഒരു വിശ്വാസം. അതെല്ലാം എടുക്കണം. അതായത് 12 മണിയാകുമ്പം സാന്റ പപ്പാനി വന്ന് ഗിഫ്റ്റുകളെല്ലാം ബ്ലെസ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ ഉണ്ട്. ഇത് വേണ്ട അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടാ നോക്ക്. എല്ലാം എടുത്തിട്ട് പോവാ. ഇങ്ങനെ കാണിക്കേ. കുറച്ച് ബാക്കോട്ട്. ഓക്കെ, ക്രിസ്മസ് കേക്കുകളുമായിട്ട് ക്രിസ്മസ് ഗിഫ്റ്റുകളുമായി തത്സമയ ദൃശ്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ വിശേഷിന്റെ വീട്ടിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാരും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ കുറേ ഗിഫ്റ്റുകൾ. എല്ലാരും അടിച്ച് ഓഫാക്കാൻ വേണ്ടി നിൽക്കുന്നത്. തിരിഞ്ഞിട്ട് അങ്ങോട്ടാ. എനിക്ക് നിന്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് മതിയടാ. ഹലോ ഗായ്സ്. എന്നാ കുടിക്കുന്നേ? ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് കുടിക്കുന്നത്.
എല്ലാരും എക്സ്പോസ്ഡ് നീ ഉറക്കം ഇപ്പം സമയം ഏകദേശം 3 മണി ആവാനായിരിക്കുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടാണുള്ളത്. അവിടെ ഇപ്പോഴും പാർട്ടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഐ വാസ് ലൈക്ക് എ ലിറ്റിൽ ബിറ്റ് ടയേർഡ്. പാർട്ടി ചെയ്യാൻ പോകുന്ന ഡാൻസും പാട്ടും പാർട്ടി ചെയ്യാൻ പോകുന്നതിൻ്റെ എഡിഷൻ എന്തെല്ലാം പറയുന്നത്, അതായത് പാർട്ടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് നോറക്കുട്ടീനെ ഫീഡ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പാർട്ടി ചെയ്യാൻ പോയത്. ഐ ആം എ ഡെഡിക്കേറ്റഡ് പാർട്ടി ആനിമൽ. വാവ ആകാശൻ്റെ അമ്മേൻ്റെ അടുത്തായിരുന്നു. ആൻഡ് അങ്ങനെ ഞങ്ങൾ ടേൺസ് എടുത്തിട്ടാണ് എല്ലാവരും പാർട്ടി ചെയ്യാൻ പോയത്. വളരെ നല്ലൊരു പാർട്ടി ഫാമിലിയാണിത്. അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുട്ടി ക്രിസ്മസ് വ്ളോഗ് ഞാൻ അവസാനിക്കുന്നു. മെരി 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 ക്രിസ്മസ് ടു എവ്രി വൺ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year.